കാസർഗോഡ് നീലേശ്വരം ഇടയിലക്കാട് കാവിലേക്ക് നടത്തിയ ജൈവോത്സവം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാവിൽ ജൈവോത്സവം സംഘടിപ്പിച്ചത്. കാവിലെ വിവിധ ഇനം കൂണുകളെ കുട്ടികൾ നേരിൽ കണ്ടു മനസ്സിലാക്കി. 16-ലധികം വിവിധയിനം കൂണുകളെയാണ് കുട്ടികൾ കാവിനുള്ളിൽ നിന്നും കണ്ടെത്തി നിരീക്ഷിച്ചത്. ചീഞ്ഞ ശകലങ്ങളെയും മരത്തടികളെയും ആശ്രയിച്ച് വളരുന്ന പ്രകൃതിയുടെ തനത് വിസ്മയങ്ങളായ കൂണുകളെക്കുറിച്ചുള്ള പഠനം വിദ്യാർത്ഥികൾക്ക് വലിയ അറിവ് സമ്മാനിച്ചു. ഗാനോഡെർമ അഗാരിക്കസ് ലെന്റിനസ് പോളിപോറസ്, പ്ലൂട്ടോറസ് കോറിയോലസ്, ഹെക്സാഗാനിയ മൈക്രോപോറസ്, മരാസ്മിയസ് പെസിസ, മരാസ്മിയല്ലസ്, ഡാൻഡെനിയ, സൈലാറിയ, ഹൈപ്പോഫോറ, ലെപ്റ്റിയോറ്റ തുടങ്ങി നിറത്തിലും ആകൃതിയിലും ഘടനയിലും വൈവിധ്യം നിറഞ്ഞ നിരവധി കൂണുകളെ കുട്ടികൾ നേരിൽ കണ്ട് മനസ്സിലാക്കി. കൂൺ നിരീക്ഷണ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം നിർവഹിച്ചു. ഒന്നാമത്തെ സൂചന ക്യാപ്പാണ്. ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൂചന എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗിൽസ് ആണ്. താഴെയുള്ള ഗിൽസ് ആണ്. ഗിൽസ് കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്, അതിനെ ഹാബിറ്റാറ്റ് എന്നാണ് അതിന്റെ പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകരായ കൃഷ്ണദാസ് പലേരി, KV കൃഷ്ണപ്രസാദ് വൈദ്യർ, ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P വേണുഗോപാലൻ എന്നിവർ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനും പരിപാലിക്കാനുമുള്ള സന്ദേശം പകർന്നാണ് ജൈവോത്സവത്തിന് സമാപനമായത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.